ഒരു നിക്ഷേപ പദ്ധതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിരിക്കണം. അതായത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ മോശം വശങ്ങൾ, ഇങ്ങനെ പല ഫാക്ടേഴ്സും നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ എത്രത്തോളം റിസ്ക് ഇൻവോൾവ്ഡ് ആണ്, ഇത് മോഡറേറ്റ് റിസ്ക് ആണോ, ഹയസ്റ്റ് റിസ്ക് ആണോ, അത് ലോവസ്റ്റ് റിസ്ക് ആണോ, എത്രത്തോളം റിട്ടേൺ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, എത്ര നാൾ നമ്മളിത് ഉപയോഗിക്കേണ്ടി വരും, എപ്പോഴൊക്കെ നമുക്ക് ഫണ്ട് ആവശ്യം വരുമ്പോൾ നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് റിട്ടേൺ തരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് റിട്ടേൺ നമുക്ക് നൽകുന്ന സെക്യൂർഡ് ആയതും ഗ്യാരണ്ടീഡ് ആയിട്ടുമുള്ളതുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതിയാണ് PPF അഥവാ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന സ്കീം. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പൂർണ്ണമായും ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികൾ നമുക്കറിയാം അല്ലേ? മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും സെക്യൂരിറ്റീസ് ആയിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികൾ നമുക്കറിയാം. ഇതിലേറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് PPF എന്ന് പറയുന്നത്. 1968 PPF എന്ന് പറയുന്ന ഈ അക്കൗണ്ട് നിലവിൽ വരുന്നത്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടിയും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുമൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് PPF അക്കൗണ്ട് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. 15 വർഷ കാലയളവിലേക്കാണ് ഈ അക്കൗണ്ട് ഉപയോഗിക്കപ്പെടുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപ പദ്ധതി ആയതിനാൽ PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ 15 വർഷത്തേക്ക് ലോക്ക്ഡ് ആയിരിക്കും. അതായത് നിക്ഷേപം നടത്തിക്കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞ് മാത്രമേ നമുക്കിതിൻ്റെ മുഴുവൻ തുകയും പിൻവലിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് പാർട്ട് എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കിത് ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺ തരുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ടാക്സ് ബെനിഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 80C പ്രകാരം നമുക്ക് 1.5 ലക്ഷം രൂപ വരെ ഒരു വർഷം നമുക്കിത് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. EEE എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആയതിനാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്കും കാലാവധി കഴിഞ്ഞാൽ കിട്ടുന്ന മുഴുവൻ തുകയ്ക്കും നമ്മൾ നികുതി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു വർഷം 1.5 ലക്ഷം രൂപ വരെ നമുക്കിതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് 500 രൂപയെങ്കിലും നമ്മൾ ഒരു വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും വേണം. ഇങ്ങനെ 15 വർഷം നമ്മളിത് തുടരേണ്ടതുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള എല്ലാവർക്കും PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരാൾക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എവിടെയൊക്കെയാണ് നമുക്ക് PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? ബാങ്കുകളിലും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലും നമുക്ക് PPF അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ബാങ്കുകൾ എന്ന് പറയുമ്പോൾ പൊതുമേഖലാ ബാങ്കുകളിലും അതുപോലെ ചില നാഷണലൈസ്ഡ് ബാങ്കുകളിലുമൊക്കെ നമുക്ക് PPF അക്കൗണ്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ തന്നെ PPF അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേയ്മെൻറ്റ്സ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോ ഡെബിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബാങ്കിന് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് നൽകാൻ വേണ്ടി സാധിക്കും. അത് എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കൂടുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായി ഈ അക്കൗണ്ടിലേക്ക് പണം വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. മറിച്ച് നിങ്ങൾക്ക് ചെക്ക് പേയ്മെൻ്റ് ആയിട്ടും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റുകളുമായിട്ടും ഇതിലേക്കുള്ള പണം അടയ്ക്കാവുന്നതാണ്. ഏത് ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്കും PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മൈനർ ആണെങ്കിൽ ഗാർഡിയൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ടാക്സ് ബെനിഫിറ്റ് സ്കീമുകളിലും നിങ്ങൾ ചേർന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും PPF ഒരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ളൊരു റിട്ടേൺ ലഭിക്കുകയും ചെയ്യും. ആദ്യം തന്നെ പറഞ്ഞു, കേന്ദ്ര സർക്കാരാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. എല്ലാ 3 മാസം കൂടുമ്പോഴും ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 8%. 15 വർഷമാണ് ഇതിൻ്റെ ഒരു ലോക്കിൻ പീരീഡ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടാകും, പണത്തിന് പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ലോൺ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൽ ഏകദേശം ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ 25% നിങ്ങൾക്ക് അതിൽ നിന്നൊരു ലോൺ സാങ്ഷനായി ലഭിക്കുക. ഇതിന് നമ്മൾക്ക് ആ സമയത്ത് എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എക്സ്ട്രാ ഒരു 2% കൂടി അധികമായിരിക്കും നിങ്ങൾ തിരിച്ച് ബാങ്കിന് നൽകേണ്ടിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. മറിച്ച് നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഭാഗികമായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നിലവിലുണ്ട്.
ഇപ്പോൾ 15 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം. അത് നിങ്ങളുടെ ബാങ്കുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് 5 വർഷത്തേക്ക് കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരും. അതല്ല, നിങ്ങൾ ബാങ്കിനെ ഇൻഫോം ചെയ്യാതെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല. അതായത് ഇൻട്രസ്റ്റ് റേറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ആ സമയത്ത് എക്സ്ട്രാ ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ബാങ്കുമായിട്ട് നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ട്. ഒരാൾക്ക് ഒരു PPF അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതല്ലാതെ മറിച്ച് വേറെ ബാങ്കുകളിൽ ചെന്ന് PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്, ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിന് മാത്രമേ, ആദ്യത്തെ അക്കൗണ്ടിന് മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റിന് യൂസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. മറിച്ച് രണ്ടാമത്തെ അക്കൗണ്ടുകളിലൊന്നും നിങ്ങൾക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ്സുകളൊന്നും ലഭിക്കുന്നതല്ല. അപ്പോൾ ലീഗലി ഇത് ഒരാൾക്ക് ഒരു അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാഹചര്യമുള്ളൂ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റിട്ടേണും അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റും ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാനാണ് PPF എന്നുള്ളത്. കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്നതോടുകൂടി ഇതൊരു ഹൈലി സെക്യൂർഡും ഗ്യാരണ്ടീഡും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതോട് മുന്നോട്ട് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക്